നമസ്കാരം, സ്റ്റോറി ലിറ്റിക്കലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബുക്ക് ഇതാണ്, സീക്രട്സ് ബൈ റോണ്ട ബാൻ. ഈ ബുക്കും ഒരു ഫേമസ് ബുക്കാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഓഥർ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ലൈഫ് സ്റ്റോറി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ബേസിക് ഇതാണ്, ഈ യൂണിവേഴ്സ് ഒരു മാഗ്നറ്റ് ആണ്. നമ്മൾ എന്തൊക്കെ യൂണിവേഴ്സിനോട് പറയുന്നു അതെല്ലാം നമുക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി തോട്ട് ഓഫ് യുവേഴ്സ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക് ടു യു. അപ്പൊ ഞാൻ എന്ത് നല്ല ചിന്തകൾ എനിക്കുണ്ടെങ്കിലും, ഞാൻ പോസിറ്റീവ് തോട്ട്സ് എന്തുണ്ടെങ്കിലും, എനിക്ക് നാളെ വലിയൊരാളായി തീരണം, എനിക്കൊരു ഇത്ര പഠിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വലിയ ഒരുപാട് എന്താ പറയാ സൗകര്യങ്ങൾ ഉണ്ടാവണം എനിക്ക് എന്നൊക്കെ ഞാൻ വിചാരിക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ പോസിറ്റീവ് തോട്ട്സ് ആണ്. അതെല്ലാം തിരിച്ച് യൂണിവേഴ്സ് എനിക്ക് തിരിച്ചു തരികയാണ്. ഞാനൊരു മാഗ്നറ്റായി മാറുകയാണ് ഈ പോസിറ്റീവ് തോട്ട്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഓബ്വിയസ്ലി എന്ത് സംഭവിക്കും? എൻ്റെ തോട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കറക്റ്റാണ്, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തന്നെ തിരിച്ചു വരും. അതാണ് ഈ യൂണിവേഴ്സിന്റെ ഒരു ബേസിക് ലോ എന്ന് തന്നെ ഈ ബുക്കിനകത്ത് പറയുന്നത്. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഒരു ജീനീനെ മാതിരിയാണ്. ഈ ജീനി നമ്മൾ എന്ത് ചോദിക്കുന്നോ അത് നമുക്ക് തരും. അത് എന്തുമായിക്കോട്ടെ, ഈ ലോകത്ത് എന്ത് നമ്മൾ ചോദിച്ചാലും അത് നമുക്ക് തിരിച്ച് തരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഉള്ള എല്ലാവർക്കും ചോദിക്കുന്നതൊക്കെ കിട്ടണ്ടേ അല്ലേ? ഇപ്പൊ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കണ്ടേ? എന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പൊ അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. യൂണിവേഴ്സിനോട് എങ്ങനെ ചോദിക്കണം, ഏത് രീതിയിലുള്ള ചിന്തകളായിരിക്കണം, അതിനൊക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിനു മുമ്പ് പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷനെ എങ്ങനെ നമ്മൾ നമ്മളൊരു തോട്ടിനെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എനിക്കൊരു ഈ രീതിയിലല്ല എനിക്ക് ഇത് വേണ്ടത്, എനിക്ക് മറ്റേ ഒരു ഡിസൈൻ ആയിരുന്നു ഭംഗി എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എനിക്കത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അത് രണ്ടും കലർന്ന ഒരു തോട്ടാണ് അല്ലേ? ഈ ഡിസൈനേക്കാളും എനിക്ക് ഭംഗി മറ്റേതാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, അപ്പോൾ എനിക്കത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻ എന്താണെന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ആ ഡിസൈനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എൻ്റെ വീടിന് എനിക്ക് ഈ ഡിസൈനാണ് വേണ്ടത്, ഇതിനേക്കാളും നല്ലത് മറ്റേ ഡിസൈനാണ് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീട് വെക്കുന്ന കാര്യമാണ് ആലോചിക്കുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ഇമോഷൻ എനിക്ക് എന്താണ്? സന്തോഷമാണ്. അപ്പൊ ആ ഇമോഷൻ എന്താന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ ചിന്തയിലും ചില സമയത്ത് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എനിക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവണം ഞാനത് വിചാരിക്കുമ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് എന്നെക്കാളും മറ്റേ കുട്ടി മാർക്ക് ഭയങ്കര കൂടുതലായിട്ട് മേടിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ കുട്ടി അത്രയും മാർക്ക് മേടിക്കാൻ പാടില്ല, എന്നെക്കാളും കൂടുതൽ മാർക്ക് മേടിക്കാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് ഓബ്വിയസ്ലി ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഞാൻ കണക്ട് ചെയ്യുന്ന ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിസയർ തന്നെയാണ്. അതൊരു പോസിറ്റീവ് ഇമോഷൻ ആണെങ്കിലും എൻ്റെ ചിന്ത നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ പോലും ചില സമയത്ത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് വരാം. അത് യൂണിവേഴ്സ് ഒരിക്കലും നമുക്ക് തിരിച്ചു തരില്ല. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടണം, മറ്റെല്ലാവരെക്കാളും എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടണം എന്നതാണ് എൻ്റെ ചിന്തയെങ്കിൽ അതേ യൂണിവേഴ്സ് കേൾക്കുള്ളൂ. ഇനിയൊരാൾക്ക് ഇന്നത് വേണം എന്ന് പറയാനായിട്ടുള്ള അധികാരം എനിക്കില്ല. കാരണം അത് അവരുടെ ചിന്തകളാണല്ലേ. അവരുടെ ചിന്ത, അവരുടെ തോട്ട്സ് എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് സംഭവിക്കുക. ഇപ്പൊ എന്നെക്കാളും ആ കുട്ടിക്ക് മാർക്ക് കുറവ് വേണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സ് കേൾക്കില്ല, കുറവെന്നുള്ളതേ കേൾക്കുള്ളൂ. ഇനി നമ്മൾ കണ്ടീഷൻസിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ചിന്തകൾ ചാനൽ ചെയ്ത് യൂണിവേഴ്സിനോട് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അത് കാണാം. ഇനി നമുക്ക് യൂണിവേഴ്സിനോട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ ചോദിക്കണം അല്ലേ? അതല്ലേ എല്ലാവരുടെയും സംശയം. അപ്പോൾ ഇതിന് 3 ടിപ്സ് ആണ്, അതായത് 3 സെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്ക്, ബിലീവ്, റിസീവ്, അങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ട്. ആസ്ക് എന്താണ്? ആസ്കിനകത്ത് നമുക്ക് എന്ത് വേണോ അത് നമ്മൾ ചോദിക്കണം. എനിക്ക് ഒരുപാട് പൈസ ഉള്ള ആളായി തീരണം, എനിക്ക് ഒരുപാട് പണം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് അത് മനസ്സിലാവില്ല. അതിന് പകരം എനിക്ക്
ഇന്ന സമയത്തിനുള്ളിൽ 10 കോടി രൂപ വേണം, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ വളരെ സ്പെസിഫിക് ആണ് എൻ്റെ ആവശ്യം. അതാണ് യൂണിവേഴ്സിന് മനസ്സിലാവുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അത് എത്ര സ്പെസിഫിക് ആക്കി ചോദിക്കാൻ പറ്റുമോ, വേഗ് അല്ലാണ്ട് എത്ര സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ പറ്റുമോ അത് അത്രയും സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. എനിക്കൊരു IPS ഓഫീസറായി തീരണം എന്ന് പറയുമ്പോൾ അതെൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആസ്കാണ്. എൻ്റെ ആവശ്യം IPS ഓഫീസറായി തീരുക. എത്ര അധികം നമുക്ക് സമയം, നമ്മൾ ഏത് സമയത്തിനുള്ളിൽ, ഏത് സമയത്താണ് നമ്മളിത് നടക്കണം എന്ന് വിചാരിക്കുന്നത്, ആ സമയമടക്കം നമ്മൾ ചോദിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാവുക യൂണിവേഴ്സിന്. രണ്ടാമത്തേത്, നമുക്കെന്നെ സംശയമാണല്ലേ. ഇപ്പൊ ഞാൻ 10 കോടി രൂപ വേണമെന്ന് പറഞ്ഞു, ശരിക്കും 10 കോടി എനിക്ക് കിട്ടുമോ എന്ന് എൻ്റെ ഉള്ളിൽ എനിക്കൊരു സംശയമുണ്ട് അല്ലേ. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സംശയം നമ്മൾ അകറ്റണം. ബിലീവ് ദാറ്റ് യു ആർ റിസീവിങ് ഇറ്റ്. എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന സമയത്ത് എനിക്ക് കിട്ടും, ആ സമയത്ത് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ IPS ഓഫീസർ ആവും, ഒരു പക്ഷേ ഇന്ത്യയിൽ ഇന്ന സ്ഥലത്തായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിലും എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം വരും, അപ്പൊ ഞാൻ അത്രയും കാലം കൂടി ഞാൻ ഇവിടെ ജീവിക്കുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ അതിന് റിലേറ്റഡ് ആയിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് അത് നടക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് വണ്ടി ഓടിച്ച് തുടങ്ങണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞാനത് ബിലീവ് ചെയ്യുന്ന സ്റ്റേറ്റിൽ എങ്ങനെയായിരിക്കുന്നത്, വിഷ്വലൈസ് ചെയ്യുക. ഞാൻ വണ്ടി ഓടിക്കുന്നു, പാട്ട് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നു, വണ്ടി ഒരിടത്ത് ചെന്ന് പാർക്ക് ചെയ്യുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ റിലേറ്റ് ചെയ്ത്, വണ്ടീനെയും റിലേറ്റ് ചെയ്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനൊരു ബിലീവിങ് സ്റ്റേജിലേക്ക് പോവാണ്. ഇത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴാ വെച്ചാൽ, 1-2 പേര് എന്നോട് പറഞ്ഞു ഇത് അവർക്ക് എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചാൽ അവർക്കൊരു ഗോൾ ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്തേക്ക് അവർക്ക് മൂവ് ചെയ്യണം എന്നുള്ളത്. അവർ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഡേറ്റിനുള്ളിൽ ഞാൻ ഇന്ന സ്ഥലത്തുണ്ടാവും എന്നുള്ളത് എഴുതി വെച്ച് അവര് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ആ കൃത്യം ഡേറ്റിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു മാജിക്കൽ ആയിട്ടുള്ള കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ ഇത് ഒരാൾ എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവിടെയാണ് ആ ബിലീവിങ് സ്റ്റേജ് വരുന്നത്. തേർഡ് സ്റ്റേജ് ഇസ് റിസീവിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ബിലീവിങ്ങിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണത്. എനിക്കിത് കിട്ടി, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു BMW കാർ വേണം, ഏതാണ് എൻ്റെ ഗോൾ എന്ന് വിചാരിക്കുക, അതെനിക്ക് വേണം. ഇനി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ നോക്കണം അതിന്റെ ഇൻഷുറൻസ് എത്രയാണ് ഞാൻ പേ ചെയ്യേണ്ടത്, അതിന്റെ മെയിൻ്റനൻസ് മന്ത്ലി എത്ര വരും, എനിക്ക് എത്ര യാത്രകൾ വരും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ഫ്യൂവലിനായിട്ട് ഞാൻ എത്ര സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഞാൻ എവിടെ പാർക്ക് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് വിചാരിക്കുകയാണ് എനിക്കത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ അട്രാക്ഷൻ തിരിച്ച് വളരെയധികം മൾട്ടിഫോൾഡ് ആയിട്ടാണ് സ്ട്രോങ് ആയിട്ട് നമുക്ക് തിരിച്ചു വരുന്നത്. ആ സ്വപ്നം നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. യൂണിവേഴ്സിനോട് ചോദിക്കും. ഇനി ചെയ്യേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ആസ്ക് ഡോണ്ട്. ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഡോണ്ട് ആസ്ക് ഡോണ്ട്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ലേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡോണ്ട് എന്താന്ന് യൂണിവേഴ്സിന് മനസ്സിലാവില്ല, ലേറ്റ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ലേറ്റായി എത്താനാണ് സാധ്യത. ഐ വോണ്ട് ടു ബി ഏർലി, ഞാൻ വേഗം എത്തണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വേഗം എത്തുക എന്നുള്ളതാണ് നടക്കുക. എനിക്കൊരു കാര്യം വേണ്ട എന്നല്ല ഞാൻ പറയേണ്ടത്. വേണ്ട എന്ന് പറയുന്നത് മനസ്സിലാവില്ല യൂണിവേഴ്സ്. എനിക്ക് എന്ത് വേണം എന്നാണ് പറയുന്നത്. ആ വേണം എന്നുള്ള കാര്യം, ഞാൻ എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, ഇന്ന സമയത്ത് വേണം, അങ്ങനെ എത്ര അധികം ഡീറ്റെയിൽസ് അതിൻ്റെ ഒപ്പം കൊടുക്കാൻ പറ്റുന്നോ അത്രയധികം ആ ചിന്ത സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ വേണ്ട എന്നുള്ളൊരു വാക്ക് യൂണിവേഴ്സിന് മനസ്സിലാവില്ല. ഡോണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഞാൻ നേരത്തെ മുമ്പേ റെഫർ ചെയ്തു, നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഒന്നും തന്നെ യൂണിവേഴ്സിന് മനസ്സിലാവില്ല. നെഗറ്റീവ് ഇമോഷൻസ് മനസ്സിലാവും,
അതായത് നമ്മൾ നെഗറ്റീവായിട്ട് ഇനി ഒരാളെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് യൂണിവേഴ്സിന് മനസ്സിലാവില്ല. നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഒരു സ്റ്റേജ്, ഇത് ഞാനൊരു 10 വർഷം മുമ്പ് മറ്റോ വായിച്ചൊരു ബുക്കാണ്. അന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, ഒരു പകുതിയിൽ വെച്ച് അത് നിർത്തി. കാരണം ഈ ബുക്ക് പകുതി വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പേടിയാവും. കാരണം എന്താ വെച്ചാല് നമ്മളെല്ലാം മനുഷ്യന്മാരാണ് അല്ലെ, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഇല്ലാണ്ടിരിക്കാൻ പറ്റും? ഇല്ല, നമുക്ക് എല്ലാവരും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഇനിയിപ്പോ ഞാൻ നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജീനി എനിക്ക് തിരിച്ച് ഈ നെഗറ്റീവ് എന്നെ കൊണ്ടു തരുമോ? അത് ഞാൻ എങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് സംഭവിക്കുമോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരിടത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്, നല്ല മഴ വരുമായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചുകൊണ്ട് ഇനി മഴ വരുമോ എന്ന് വരെ എനിക്ക് ചിന്തകൾ വന്നു തുടങ്ങും ഈ ബുക്ക് വായിക്കുമ്പോൾ. കാരണം ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഞാനും പേടിച്ച് ആ സമയത്ത് ആ ബുക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നീട് ഈ അടുത്താണ് വായിച്ച് പൂർത്തിയാക്കിയത്. അപ്പോൾ നെഗറ്റീവ് തോട്ട്സിന് എപ്പോഴും സ്ട്രെങ്ത് കുറവാണ്, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പോസിറ്റീവിന് മൾട്ടി ഫോൾഡാണ് സ്ട്രെങ്ത്. അപ്പൊ നമ്മളൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിന്റെ നേരത്തെ പറഞ്ഞ മാതിരി അതിന്റെ ഇമോഷൻ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊരു പോസിറ്റീവ് തോട്ടാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു എക്സലന്റ് എക്സാമ്പിൾ ആണ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ലേറ്റ് എന്നുള്ളത് മാറ്റി ഐ വോണ്ട് ടു ബി ഏർലി. ആ ഒരു നെഗറ്റീവ് തോട്ട് അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുകയാണ്. ഇത് എല്ലാ ചിന്തകളും നമ്മൾ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസിറ്റീവിനാണ് കൂടുതൽ ഫോഴ്സ്. ഇത് പറയുന്നത്ര എളുപ്പമല്ല ചെയ്യാനായിട്ട്. പക്ഷേ ഈ വിഷ്വലൈസേഷൻ, ആസ്ക് ആൻഡ് ബിലീവ് ഇസ് ഡെഫിനറ്റ്ലി ഈസിയർ ഫോർ us ടു ഇംപ്ലിമെന്റ്. നമുക്ക് അവിടുന്ന് തുടങ്ങാം. പിന്നെ ഡോണ്ട് എന്നുള്ള കാര്യം ഒഴിവാക്കാം. എനിക്ക് തോന്നുന്നു ഈ 4 കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ശ്രമിച്ചു നോക്കാം ഈ സീക്രട്സ് ശരിയാണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോ ഈ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. വേറെ ഏതെങ്കിലും ബുക്കിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ, നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.